അങ്ങനെ നമ്മുടെ പ്ലാന്റ് ടാങ്കിന് വേണ്ട സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകട്ടോ. അതിനായിട്ട് നമ്മുടെ ബ്ലൂയെ തന്നെ നമ്മൾ എത്തിയേക്കണം. ഈ കടയിലെ ചേട്ടൻ നമ്മുടെ പ്ലാന്റ് ടാങ്കിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടോ. നമ്മുടെ ടാങ്കിന് ആവശ്യമായ നല്ല പ്ലാന്റും ചേട്ടൻ തന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ സാധനങ്ങൾ ഓരോന്നുമായി നമ്മൾ വീട്ടിലേക്ക് ആദ്യം തന്നെ ഈ ഒരു അക്യൂറലൈറ്റ് നമ്മൾ മേടിച്ചേക്കണം. പിന്നെ പ്ലാന്റിന്റെ ഗ്രോത്തിന് വേണ്ടിയുള്ള ഈ ഒരു ബാക്ടീരിയ സബ്സ്ട്രേറ്റും ആമസോൺ സോയിലും കൂടെ കിട്ടിയപ്പോഴത്തേക്കും പ്ലാന്റ് ടാങ്കിന്റെ കാര്യം ഉഷാറായി. ആദ്യം തന്നെ ഈ ഗ്ലാസിന്റെ പുറകിലുള്ള സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കുക. ഈ ഒരു ബ്ലാക്ക് സൈഡാണ് നമ്മൾ അതിന് വേണ്ടി എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒട്ടിച്ച് നമ്മുടെ ലൈറ്റ് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് ഇനി ഈ സോയിൽ നമുക്ക് അതിലേക്ക് ഇടാം. പിന്നെ നമ്മൾ ആ സോയിൽ ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രൊട്രാക്ടർ വെച്ച് ഒരു സൈഡിലേക്ക് എല്ലാം കൂടെ മാറ്റുന്നുണ്ട്. പഠിച്ച സമയത്തോ ഉപയോഗം വന്നല്ലോ, ഇപ്പോഴെങ്കിലും വന്നല്ലോ. നമ്മുടെ കയ്യിലെ സോയിൽ കുറവായതുകൊണ്ട് തന്നെ ആറ്റിലെ കുറച്ച് ചരലോട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ടാങ്ക് ഏകദേശം ഇതുപോലെ. പിന്നെ ബാക്കിയുള്ള സോയിലും കൂടെ നമ്മൾ മണ്ടക്കിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടാങ്കിന്റെ ബാക്ക് സൈഡിലായിട്ട് അക്വേറിയം സോയിൽ ഇട്ടേക്കുന്നത്. കാരണം പ്ലാന്റ് വെക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ ആയതുകൊണ്ട്. അങ്ങനെ മേൽഭാഗം ഫില്ല് ചെയ്ത് കഴിഞ്ഞു നമ്മൾ. ഇനി നമ്മുടെ ഡ്രിഫ്റ്റ് ഔട്ടും കല്ലുകളും ഒക്കെ വെക്കാം. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ടാങ്ക് ഏകദേശം ഇതുപോലെ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി, അതായത് പ്ലാന്റ് വെക്കുന്ന പരിപാടി. അതിനായിട്ട് ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ വെക്കുന്നത്. അത് ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. അങ്ങനെ അതും കഴിഞ്ഞപ്പോഴത്തേക്കും ടാങ്ക് ഇതുപോലെ. പിന്നെ ഡെക്കറേഷൻ ആയിട്ട് നമ്മുടെ ഫ്രണ്ട് വന്ന ചെറിയൊരു ബുദ്ധനെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം നിറയ്ക്കാം. അങ്ങനെ അരമുക്കാൽ മണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷം അക്വേറിയത്തിലെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഇതിന് ലൈറ്റ് ഇടുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇത്ര നല്ലതായിരിക്കും. പിന്നെ ഈ സബ്സ്ട്രേറ്റ് നമ്മൾ വെള്ളത്തിൽ കലക്കി അക്വേറിയത്തിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. ഈ ഒരു ടാങ്കിലേക്ക് നമ്മൾ ഏത് മീൻ ഇടണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സജഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ അടി ജസ്റ്റ് ഒന്ന് കമന്റ് ഇടണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.